ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് സുമിതയുടെ മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സുമിത. എനിക്ക് 40 വയസ്സുണ്ട്. 2 കുട്ടികളുണ്ട്. സന്തുഷ്ടമായ ഒരു ദാമ്പത്യം. ഭർത്താവ് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ്. 5 വർഷത്തിന് മുമ്പ് എനിക്കും ചെറിയൊരു ജോലി കിട്ടി മാഡം. വീടിന് അടുത്താണ്. രാവിലെയും വൈകിട്ടും പോകണം. ഒരു സൊസൈറ്റിയാണ്. കുട്ടികളെ 2 പേരെയും നല്ല മാർക്കുള്ളത് കൊണ്ട് ഞങ്ങളുടെ സമുദായ സംഘടന ഒരു റെസിഡൻഷ്യൽ സ്കൂൾ നിർത്തി പഠിപ്പിക്കുകയാണ്. നമ്മൾ ഒട്ടും ചെലവ് കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാം അവർ നോക്കിക്കോളും. അത് വലിയ അഭിമാനമായി ഞങ്ങൾ കാണുന്നു. അതുകൊണ്ട് കുട്ടികൾ 2-3 വർഷമായിട്ട് ഇവിടെ ഇല്ല. അത് കഴിഞ്ഞതിൽ പിന്നെ ഹസ്ബൻഡ് 2ാം മധുവിധി പോലെയാണ് പെരുമാറുന്നത്. ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് മുൻപില്ലാത്ത ആവേശം ഇപ്പം എന്താണെന്ന്. അപ്പോൾ പറയും, അന്ന് കുട്ടികളുണ്ടാകുമോ എന്നുള്ള ഭയമുണ്ട്. ഇപ്പോൾ എല്ലാം നിർത്തിയില്ലേ, ഇനിയിപ്പം നമുക്ക് അർമാദിക്കാമല്ലോ. എനിക്കും അതൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞാൻ പറയും, പിന്നെ ഒരു കൊച്ചിനെങ്കിലും ഇവിടെ നിർത്തേണ്ടിയായിരുന്നു, 2നും കൂടെ പറഞ്ഞ് ഹോസ്റ്റലിൽ അങ്ങ് വിട്ടെന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറയും, എടി, അവരെ നമ്മൾ ഉപേക്ഷിച്ചതല്ല, അവർക്ക് ഏറ്റവും നല്ല മാർക്കുള്ളത് കൊണ്ട് അവരെ സ്പോൺസർ ചെയ്ത് കൊണ്ടുപോയതാണ്. നല്ല സൗകര്യമുള്ള നല്ല റെസിഡൻഷ്യൽ സ്കൂളിലാണ് അവർ പഠിക്കുന്നത്. അത് നീ ഓർക്കുക. അവർക്ക് ഇവിടുത്തെ നാട്ടിലെ സ്കൂളിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത്ര നല്ല എക്സ്പോഷർ കിട്ടില്ല. നിനക്കറിയില്ലടി, നീ എന്തിനാണതിന് ഇതും അതുമായിട്ട് കൂട്ടിക്കെട്ടുന്നത്? നീ ഇങ്ങോട്ട് വന്നേ, എനിക്ക് വേറെ ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിക്കും. ഞാൻ പറയുന്നു, പോ മനുഷ്യ എന്നൊക്കെ പറഞ്ഞാലും എനിക്കും ആഗ്രഹമില്ലേ മാഡം. അങ്ങനെ സൂപ്പറായിട്ടാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയത്. പക്ഷേ ഈ ഒരു കുറച്ച് കാലഘട്ടമായിട്ട്, 1 വർഷമായി കാണും, ഭർത്താവിന് 2-3 പുതിയ സുഹൃത്തുക്കൾ വന്നു. അവരുടെ ഓഫീസിൽ നിന്ന് കുറേ ആളുകൾ പോയി. അത് കഴിഞ്ഞ ശേഷം പുതുതായിട്ട് വന്ന ആൾക്കാരാണ്. ചെറുപ്പക്കാരാണ് 3 പേരും. അതിൽ 2 പേരോട് ഭർത്താവിന് നല്ല അറ്റാച്ച്മെൻ്റാണ്. ഒരാൾക്ക് 25 വയസ്സും ഒരാൾക്ക് 24 വയസ്സുമുണ്ട്. കല്യാണമൊന്നും കഴിക്കാത്ത നല്ല ചുള്ള പിള്ളേരാണ്. അവർ സ്ഥിരമായിട്ട് വീട്ടിൽ വരാൻ തുടങ്ങി. പുള്ളിക്കാരൻ വിളിച്ചോണ്ട് വരും. എന്നിട്ട് എന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പുകഴ്ത്തും. എടാ, ഇവളുണ്ടാക്കുന്ന നെയ്പ്പ് നീ കഴിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ തോരൻ നീ കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയും. എന്നിട്ട് അവർക്ക് വെച്ച് കൊടുക്കാൻ പറയും. ഞാൻ അവർക്ക് വെച്ച് വിളമ്പും. അപ്പോൾ ആ പിള്ളേരാണെങ്കിൽ പറയും, ചേച്ചി എന്തുണ്ടാക്കിയാലും അതിനൊരു പ്രത്യേക രുചിയാണ്. ഒരു ചമ്മന്തി അരച്ചാലും വേണ്ടില്ല, അതിന് എന്തൊരു ടേസ്റ്റാണെന്നും. ഞാനപ്പോൾ ചിരിക്കും. എനിക്ക് ആ പുകഴ്ത്തലുകളൊക്കെ ഇഷ്ടമാണ്, ആർക്കും ഇഷ്ടമല്ലാത്തത്. എങ്കിലും ഞാൻ ചോദിക്കും, നിങ്ങൾ പണ്ട് സുഹൃത്തുക്കളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരില്ലായിരുന്നല്ലോ, പിന്നെ എന്തിനാണ് ഈ പിള്ളേരെ എപ്പോഴെപ്പോഴും ഇങ്ങോട്ട് കൊണ്ടുവരുന്നതെന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറയും, എടി, അവന്മാർ ചെറുപ്പക്കാരാണ്. വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ അവരെ നന്നായി ശ്രദ്ധിച്ചതാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഹോട്ടലിൽ നിന്നാണ് അവർ കഴിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അവർ കേരളത്തിൻ്റെ അങ്ങേ അറ്റത്തു നിന്ന് വരുന്നത്. അവർക്ക് എന്തെങ്കിലും നന്നായിട്ട് കഴിക്കാൻ ആഗ്രഹമില്ലേ? ഇപ്പം എന്നോട് അവർ ഭയങ്കര കൂട്ടാണ്. അതുകൊണ്ട് നിന്റെ പാചക പുണ്യം അവരൊന്നും അറിയിട്ടിട്ട് എന്താ പ്രശ്നം? ഇവിടെ പിള്ളേരൊന്നുമില്ലല്ലോ, അതിന് കൊടുക്കുന്നതിന് പകരം അവർക്കും കൊടുത്താൽ മതി, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ആ പിള്ളേർ നല്ല ഉപകാരമുള്ളവരാണ്. കാര്യം, എൻ്റെ വർക്കുകളൊക്കെ അവരെ ഞാൻ ഏൽപ്പിക്കും. എന്നിട്ട് ഞാനിപ്പം റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഓ, ഇപ്പം എനിക്ക് മനസ്സിലായി, നിങ്ങൾ ഉള്ള വർക്കെല്ലാം പിള്ളേരുടെ തല കെട്ടിവെക്കാണ്. പിള്ളേർ അതെല്ലാം ആട് പോലെ പണിയെടുക്കും. നിങ്ങളിവിടെ കൊണ്ടുവന്നിട്ട് നെയ്യപ്പം ഉണ്ടാക്കുക, ഉണ്ണിയപ്പം ഉണ്ടാക്കുക, വട്ടയപ്പം ചൂട് എന്നൊക്കെ പറയും. പിള്ളേരെ തിന്നും, നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കും അല്ലേ? കൊള്ളാം, നല്ല കഥ എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് പറയും, എന്തെങ്കിലുമൊക്കെ ചെയ്യടി, നിൻ്റെ പാചകപുണ്യം അവരോട് അറിയാൻ വേണ്ടിയിട്ടല്ലേ, നീ നന്നായിട്ട് പാചകം ചെയ്യുമല്ലോ എന്ന് പറഞ്ഞ് ഭർത്താവ് വന്ന് മുട്ടി നിൽക്കും. അതൊക്കെ കേൾക്കുമ്പോൾ ഞാനും കാലിയും ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ ഇങ്ങനെ കൊണ്ടുപോകാം പിള്ളേരെ. സ്ഥിരമായിട്ട് അവർ വന്ന് എനിക്കും അവർ എൻ്റെ സ്വന്തം കുട്ടികളെ പോലെയായി. അതിൽ അജേഷ് എന്ന് പറഞ്ഞ ചെക്കനുണ്ട്. അവൻ ജിമ്മിലൊക്കെ പോകുന്ന നല്ല സൂപ്പർ ഒരു പയ്യനാണ്. അവനെ പല പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാണ്. കാരണം എൻ്റെ വീടിന് തൊട്ടപ്പുറത്തുള്ള ഒരു പെൺകുട്ടിയുണ്ട്. അവളെ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ചേച്ചിയുടെ വീട്ടിൽ വരുന്ന ആ ചേട്ടനുണ്ടല്ലോ, നല്ല വെളുത്ത് തൊടുത്ത ജിമ്മായിട്ടുള്ള ചേട്ടൻ. ആ ചേട്ടൻ്റെ പേരെന്തോ? പേര് നാളൊക്കെ അറിഞ്ഞിട്ട് നിനക്കെന്താ? അവനെ തോളെ ഓടിക്കറാനാണോടി? കോളേജിൽ നിനക്ക് വേറെ കാമുകമാരൊന്നും കിട്ടിയില്ലേ എന്ന് ചോദിക്കും. അല്ല ചേച്ചി, ആ ചേട്ടൻ്റെ പേരെന്താ? അവൻ്റെ പേര് അജേഷ്. എൻ്റെ ചേട്ടനോട് വർക്ക് ചെയ്യുന്നതാണ്. വേറെ ചേട്ടനുണ്ടല്ലോ, ഇത്തിരി ഇരുനിറമുള്ള ആ ചേട്ടൻ ചിരിക്കുന്ന കാണാൻ ഭംഗിയാ. നീ ഇതൊക്കെ എപ്പോൾ കാണണടി? നിൻ്റെ വീടങ്ങ് പരിയമ്പുറത്താണല്ലോ ഞങ്ങളുടെ വീടിൻ്റെ. പക്ഷേ നീ എങ്ങനെയാണ് അവർ ചിരിക്കുന്നതൊക്കെ കാണുന്നത്? ഒളിഞ്ഞു നോക്കുവാണോ? 24 മണിക്കൂറും ആണുങ്ങളിവിടെ വരുന്നതും പോകുന്നതും നോക്കി നിൽക്കുകയാണ് നിൻ്റെ പരിപാടി എന്നൊക്കെ ചോദിച്ച് ഞാൻ വഴക്ക് പറയും. ഈ പെണ്ണ് നല്ല ഇളക്കക്കാരിയാണ്. കാര്യം, കഴിഞ്ഞ വർഷം ഉത്സവത്തിന് ഈ പെണ്ണിനെയും 2 ആണുങ്ങളെയും കൂടെ ഞങ്ങൾ അവിടെ ഒരു കനാലിൻ്റെ സൈഡുണ്ട്, അവിടെ വെച്ച് നാട്ടുകാർ പിടിച്ചതാണ്. അപ്പോൾ ഇവളാണ് പറഞ്ഞത്, ഞാൻ ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടമുള്ളവർ വന്നിരിക്കും, നിങ്ങൾ ആരാണെന്ന് പറഞ്ഞ്. അവിടെ അമ്മയ്ക്കും പ്രശ്നമൊന്നുമില്ല, അച്ഛനാണെങ്കിൽ ഒട്ടുമില്ല.
ഞാൻ പറഞ്ഞെടി, നീ ഇങ്ങനെ വെറുതെ ആണുങ്ങളുടെ കാര്യം കിന്നിരിക്കാതെ പഠിക്കാൻ നോക്കുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു, പഠിക്കുകയും വേണം, ആണുങ്ങളുടെ കാര്യം കിന്നിരിക്കുകയും വേണം, രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകുന്നുള്ളതാണ് യഥാർത്ഥ പെണ്ണെന്ന്. ഞാൻ പറഞ്ഞു, ആ ശരിയാ, ഉത്സവത്തിന് അന്ന് രാത്രിയിൽ കനാലിൻ്റെ സൈഡിൽ പോയ കഥ നാട്ടുകാരെല്ലാം പറയാറുണ്ട്, അതാണോ യഥാർത്ഥ പെണ്ണ്? അപ്പോൾ അവൾ പെട്ടെന്ന് ചീറി, അതിനെന്താ ചേച്ചി, എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ ഞാൻ അവിടെ പോയിരുന്നു, ചേച്ചിയാണെങ്കിൽ ചിലപ്പോൾ പോയിരിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ പോകില്ല. ആ അത് ശരിയാ, എന്തിനാ പോകുന്നത്, വീട്ടിലേക്ക് തന്നെ സുന്ദര കുട്ടന്മാർ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്താണ് നീ പറയുന്നത്, നിൻ്റെ അമ്മയാകാനുള്ള പ്രായം എനിക്കില്ലെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, ആ അമ്മയാകാനുള്ള പ്രായമുണ്ടോ അല്ലോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു കാര്യമുണ്ട്, അവിടെ വരുന്ന 2 ചെക്കന്മാർക്കും ചേച്ചി ഒരു നോട്ടമുണ്ടെന്ന്. ഞാൻ ചോദിച്ചു, നീ എന്ത് ഉദ്ദേശത്തിലാണ് പറഞ്ഞത്? അവരെൻ്റെ മക്കളെ പോലെയാണെന്ന്. ആ മക്കളെ പോലെയല്ലേ, മക്കളൊന്നും അല്ലല്ലോ. അമ്മ രണ്ടുപേരും ചേച്ചിയെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന്. എടി, ഇത്രയും ദൂരെ ഇരുന്ന് നീ ഇതൊക്കെ എങ്ങനെ കാണുന്നു, വല്ലാത്തൊരു കാക ദൃഷ്ടി തന്നെ എന്ന് പറഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ചേച്ചി കിടന്ന് വെറുതെ ഇളകിത്തുള്ളണ്ട, അമ്മ രണ്ടുപേരും ഒരു ടൈപ്പാണ്. പിന്നെ മൂന്നാമത് വരുന്ന ഒരാളല്ലേ, അവനും പിന്നെ സൗന്ദര്യമൊന്നുമില്ല, അവനെ ഈ ഫ്രെയിമിൽ നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ ഈ 2 പേരും ഇളക്കക്കാരന്മാർ തന്നെയാണ്, അവർക്ക് ചേച്ചി ഒരു നോട്ടമുണ്ട്, ഉറപ്പാണെന്ന്. ഒന്ന് പോടി, അവനെൻ്റെ ഭർത്താവിനോട് ജോലി ചെയ്താൽ നിനക്കറിയില്ലേ? ആ എനിക്കതറിയാം. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, വേറെ ഒരു രഹസ്യമാണ്, അത് ചേച്ചിയോട് പറയണോ വേണ്ടതെന്ന് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുകയാണ്. അതെന്താടി രഹസ്യം? ഓ വേണ്ട, പറയുന്നില്ല, കാര്യം അവർ രണ്ടുപേരും പുണ്യാത്മാക്കളല്ലേ, ചേച്ചിയും ശീലാവതി. അപ്പം ഞാൻ ആ കഥ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലെന്ന്. ആ കഥയാണെങ്കിലും കാര്യമാണെങ്കിലും നീ പറ. അപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചിക്കറിയാമോ, അവർ രണ്ടുപേരും അടിക്കടി ഇവിടെ എന്തിനാണ് വരുന്നതെന്നും നീ പറഞ്ഞത് എന്നെ നോക്കാനാണെന്നാണോടി, എന്നെ വളച്ചെടുക്കാനാണെന്നോ? അപ്പോൾ അവൾ പൊട്ടിച്ചിരിച്ചോണ്ട് പറഞ്ഞു, ആ ചിലപ്പോൾ അവർക്ക് ആ ഉദ്ദേശം കാണുമായിരിക്കും, ചേച്ചി ഇങ്ങനെ വളയാൻ കാതോർത്ത് നിൽക്കല്ലേ. എന്നെക്കുറിച്ച് തോന്നിവാസം പറഞ്ഞു. ആ ചേച്ചിയെക്കുറിച്ചുള്ള തോന്നിവാസം അവിടെ നിൽക്കട്ടെ, ഞാൻ പറയുന്നത് കേൾക്കൂ. നീ പറ. ശരിക്കും അവർ വന്നത് എന്തിനാണെന്നറിയാമോ? രേഷ്മ ചേച്ചിയുടെ വീട്ടിൽ പോകാനാണ്. ഏത് രേഷ്മ? ഓ രേഷ്മ ചേച്ചിക്ക് അറിയില്ല, ചേച്ചിയുടെ ശത്രു. ഇന്നാൾ നിങ്ങൾ രണ്ടുപേരും കൂടെ എന്തോ പറഞ്ഞ് വഴക്കുണ്ടാക്കിയല്ലോ, അത് പിന്നെ അവൾ കുടുംബശ്രീ പോയപ്പോൾ എന്തോ പറഞ്ഞ് എന്നോട് വഴക്കുണ്ടാക്കിയതാണ്. ആ എങ്കിൽ ഞാൻ പറയാം, അവളെ കാണാൻ വേണ്ടിയാണ് ഇവർ രണ്ടുപേരും വരുന്നത്. നീ എന്തോ നടി പറഞ്ഞത്? ചേച്ചി, അവളുടെ സ്വഭാവം ശരിയല്ലെന്നും അവൾ ആണുങ്ങളെ റിസീവ് ചെയ്യുന്നവളും പണത്തിന് വേണ്ടി പല തരികട പരിപാടിയുള്ളവളുമാണെന്ന് ചേച്ചിക്ക് അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഉള്ളതാണോന്നറിയില്ല, എന്നാലും വല്ലാത്ത ഇറിറ്റബിൾ സ്വഭാവമടി അവളുടെന്ന് പറഞ്ഞു. അപ്പോൾ അവളെന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ പറഞ്ഞ കേൾക്ക്, അമ്മയാണ് എന്നോട് പറഞ്ഞത്, അവൾ ഇപ്പോൾ കുറേ നാളായിട്ട് ഇത്തരം ബിസിനസ് ഉണ്ടത്രേ, ധാരാളം ആണുങ്ങൾ അവരുടെ വീട്ടിൽ വന്നു പോകാറുണ്ടെന്ന്. ആ ഇങ്ങനെ ആൾക്കാരെ പറഞ്ഞത് ഞാനും കേട്ടു. ഇപ്പോൾ ഒരു പെണ്ണ് ഭർത്താവിനെ ഉപേക്ഷിച്ച് വീട്ടിൽ വന്നു നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവളെക്കുറിച്ച് അപവാദം പറയാൻ 100 ആളുകളല്ലേ. ആഹാ, അപ്പോൾ ചേച്ചി പെട്ടെന്ന് അവളുമായിട്ട് അങ്ങ് അറ്റാച്ച്മെൻ്റ് ആയോ? അങ്ങനെയല്ലടി, അവൾ ഇറിറ്റബിൾ ആണെങ്കിലും അങ്ങനെ ഒരു പെണ്ണിനെ നമ്മൾ താഴ്ത്തിക്കിട്ടി പറയാൻ പറ്റുമോ? അപ്പോൾ അവളെന്നോട് പറഞ്ഞു, ചേച്ചി ഒന്ന് കേൾക്ക്, ചേച്ചിക്ക് ഒന്നും മനസ്സിലാകില്ല, അല്ലെങ്കിൽ ചേച്ചി പൊട്ട് കളിക്കുകയാണ്. എടി നീ എന്തായി പറഞ്ഞത്? അമ്മ എന്നോട് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ചേച്ചിയുടെ വീട്ടിൽ വരുന്ന ഈ 2 ചെക്കന്മാരില്ലേ, അവർ 2 പേരും ചില ദിവസങ്ങളിൽ വൈകിട്ട് തിരിച്ചു പോകുമ്പോഴില്ലേ 2 പേരും രേഷ്മയുടെ വീട്ടിൽ കയറാറുണ്ടെന്നാണ്. ചിലപ്പോൾ ഒറ്റയ്ക്ക് കയറും, അല്ലെങ്കിൽ 2 പേരും കൂടെ കയറും. ചേച്ചിയുടെ ഹസ്ബൻഡാണ് പലപ്പോഴും അവരെ അവിടെ കാറിൽ ഡ്രോപ്പ് ചെയ്യുന്നത് എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ട് ഞെട്ടിപ്പോയി. എടി എന്തൊക്കെ ഗോസിപ്പുകളാണ് നീ പറഞ്ഞത്? വെറുതെ വരുന്ന ആൾക്കാരെ കുറിച്ച് ഇത്രയും വൃത്തികേട് നീ നിൻ്റെ അമ്മയും കൂടെ പറഞ്ഞുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും. അപ്പോൾ അവൾ ചുറ്റി നോക്കിക്കൊണ്ട് പറഞ്ഞു, ചേച്ചി കിടന്ന് ബഹളം വെക്കാതിരിക്കും, ഇതിപ്പോൾ നമ്മൾ തമ്മിലുള്ള സൗഹൃദം കൊണ്ട് ഞാൻ പറയുന്നതാണ്, ഇതിനി പറഞ്ഞ് വലിയ പ്രശ്നമാക്കരുത്. ഇത് പക്ഷേ ഉള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മ ചേച്ചിയോട് പറയാൻ പറഞ്ഞിട്ടില്ല, എന്നോട് വളരെ രഹസ്യമായിട്ട് പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. രാത്രിയിലൊക്കെ അവരിവിടെ നിന്ന് ഇറങ്ങില്ലേ ചില സമയത്ത് വന്നിട്ട്, ആ സമയത്ത് രേഷ്മയുടെ വീട്ടിൽ കയറുന്നുണ്ട്. ഞാനിപ്പോൾ ചോദിച്ച ആ അജേഷനില്ലേ അങ്ങേര് കയറുന്നത്, അതായത് ഒരു ദിവസം രാത്രിയിലെ 10 ആയപ്പോൾ അയാൾ അങ്ങോട്ട് കയറി പോകുന്നത് ഞാൻ കണ്ടതാണ്. അവളാണെങ്കിൽ കതക് തുറന്ന് അങ്ങനെ വിളിക്കുന്നതും കയറ്റുന്നതും ഒക്കെ ഞാൻ കണ്ടു. നീ എന്തിനാണ് രാത്രി 10 ആയപ്പോൾ റോഡിൽ കൂടെ നടക്കാൻ പോയത്? അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ എൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയതാണ്, ചക്ക എടുക്കാൻ പോയതാണ്, എനിക്ക് രാത്രിയിലൊന്നും നടക്കാൻ ഒരു പേടിയില്ല. ആ നിനക്ക് പേടിയില്ല, അപ്പോൾ പിന്നെ നീ ഗോസിപ്പ് പറയുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചി ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്, ഇതിൽ സത്യമുണ്ട്. ചേച്ചിയുടെ ഹസ്ബൻഡ് അവർ 2 പേരെയും കൂടെ വിളിച്ചിട്ട് മിക്കവാറും വൈകുന്നേരം വരുന്നു, എന്നിട്ട് ചേച്ചി ഇവിടുന്ന് അത്താഴം കൊടുത്ത് വിടുന്നു. ചിലപ്പോൾ ഹസ്ബൻഡ് കാറിൽ അവരെ കൊണ്ടുപോകുന്നു, ഡ്രോപ്പ് ചെയ്യാൻ പോവാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ അവരെ 2 പേരെയും അല്ലെങ്കിൽ ഒരാളെയൊക്കെ അവളുടെ വീടിന് മുന്നിൽ ഇറക്കി വിടുന്നു. ഇറങ്ങുന്നവനോ അകത്തേക്ക് കയറിപ്പോകും. പിന്നെ ചേച്ചിയുടെ ഭർത്താവ് അവിടെ കിടക്കുന്നു
അതോ പെട്ടെന്ന് തിരിച്ചു വരുമോ എന്നൊന്നും എനിക്കറിയില്ല. ഇനി അങ്ങേര് കൂടെ കയറി പോകുന്നുണ്ടോയെന്ന് എനിക്കറിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞുടി, നീ പറഞ്ഞ് അതിൽ കിടക്കുന്നു, എൻ്റെ ചേട്ടനെ പറ്റി വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു, ചേട്ടനെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല, ഇതിപ്പോൾ നാട്ടുകാർ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നാളെ ഒരു ദിവസം ചേച്ചിയുടെ ഹസ്ബൻഡ് അവിടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ സപ്ലൈ ചെയ്യുന്നുവെന്നോ അല്ലെങ്കിൽ ചേച്ചിയുടെ ഹസ്ബൻഡും രേഷ്മയും തമ്മിൽ ബന്ധമാണെന്നോ ഒക്കെ ആരെങ്കിലും പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ അന്നേരം അവരോട് ഇതുപോലെ കിടന്ന് ഉറഞ്ഞു തുള്ളിക്കോണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നാക്കിനില്ലാതെ നീ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയലെന്ന്. അവൾ പറഞ്ഞു, ഇത് സത്യമാണ്, വേണമെങ്കിൽ വിശ്വസിച്ചു. അങ്ങനെയാണെങ്കിൽ നീ എന്തിനാടി രേഷ്മയായിട്ട് കണക്ഷനുള്ള ആണുങ്ങളുടെ ഡീറ്റെയിൽസ് അന്വേഷിച്ച് എന്നോട് ചോദിക്കാൻ വന്നത് പേരും നാളുമൊക്കെ? അപ്പോൾ പറഞ്ഞു, അതിനെന്താ എടി, അങ്ങനെ വൃത്തികെട്ട് നടക്കുന്ന ആൾക്കാരെ നിനക്ക് ഇഷ്ടമാണോ? അപ്പോൾ പറഞ്ഞു, അത് വൃത്തികേടൊന്നും അല്ലല്ലോ, നല്ല കാര്യമല്ലേ. രേഷ്മയെപ്പോഴൊരു പെണ്ണിനോട് താല്പര്യം ഉണ്ടെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന എന്നോട് അമ്മമാർക്ക് താല്പര്യം ഉണ്ടായാൽ എന്താ കുഴപ്പം? അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ചാൻസ് ഉണ്ട്, നിനക്ക് ചാൻസ് ഉണ്ടെന്നോ? അതെങ്ങനെ? എൻ്റെ പൊന്നു ചേച്ചി, അവർക്ക് പെണ്ണിനോട് താല്പര്യമുണ്ട്. രേഷ്മയാണെങ്കിൽ ലോക പ്രശസ്തയാണ്, അവളുടെ അടുത്ത് പോകുന്ന ആൾക്കാരെ ഞാൻ ട്യൂൺ ചെയ്താൽ വീഴില്ലേ, അത്രേ ഉള്ളൂ. എനിക്ക് പ്രേമിക്കാനോ കല്യാണം കഴിക്കാനോ ഒന്നുമല്ല. എനിക്കത് രാജേഷ് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ജിമ്മനല്ലേ, എല്ലാ പെണ്ണുങ്ങൾക്കും ഇഷ്ടമാണ്. ഞാൻ ചോദിച്ചു, എടി ഇത്ര വർത്തമാനം പറയുന്ന നീ രേഷ്മയും തമ്മിൽ എന്താ വ്യത്യാസം? അവൾ പണത്തിന് പോകുന്നു, നീ ഫ്രീ ആയിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ഞാൻ ചിലപ്പോൾ പണത്തിനോ ഫ്രീ ആയിട്ടോ ഒക്കെ പോകും, ഞാൻ അംഗീകരിക്കുന്നുണ്ട്, ഞാൻ ശീലാവതിയല്ലെന്ന്. എനിക്ക് ഇഷ്ടമുള്ള ആണുങ്ങളെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചത് അവന്മാരെന്തായാലും രേഷ്മയുടെ അടുത്ത് പോകുന്നുണ്ടല്ലോ, അപ്പോൾ ചേച്ചിയോടും അവന്മാർ കൊഞ്ചിക്കൊഴിയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ തമ്മിലും എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ചേച്ചിയോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും കാര്യങ്ങൾ നടക്കുമല്ലോ, അതിലിപ്പോൾ ഞാൻ ശ്രദ്ധിച്ചോളാം, എനിക്ക് അബദ്ധമൊന്നും പറ്റാതെ. ഞാൻ പറഞ്ഞല്ലോ കല്യാണം കഴിക്കാനല്ല, ജസ്റ്റ് ടൈം പാസ്. ഞാൻ അപ്പോഴേക്കും ആ പെണ്ണിനെ കണ്ണുപെടുന്ന 5-6 തെറി വിളിച്ചു. അവൾക്കൊന്നും കേട്ട് കഴിഞ്ഞാൽ ഒരു കൂസലുമില്ല മാഡം, ഒരു വല്ലാത്ത സൃഷ്ടിയാണ്. അവളപ്പോൾ ഒന്ന് ചിരിക്കുകയാണ്. ചേച്ചി ഇങ്ങനെ കിടന്ന് തുള്ളുമ്പോഴേ അറിയാം എന്തോ കാര്യമുണ്ടെന്ന്. ഒരുത്തൻ ജിമ്മൻ, ഒരുത്തൻ കാർ വർണ്ണൻ, എന്ത് വേണം ചേച്ചിക്ക്? ഇടവും വലവും 2 ചെറുപ്പക്കാർ, നടുക്ക് ഭർത്താവുമായിരിക്കും എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഞാൻ പിന്നെ എന്തിനെ വിളിച്ചു. അത് കിട്ടുമ്പോഴേക്കും അവളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ചേച്ചി എന്ന് പറഞ്ഞങ്ങ് നടന്നു പോയി. മാഡം എന്ത് ചെയ്യാനാണ്, ഈ പെണ്ണിനോട് എപ്പോൾ സംസാരിച്ചാലും തറുതല മാത്രമേ പറയുകയുള്ളൂ. ഇവളുടെ അമ്മയെ ശരിയില്ലെന്നാണ് പണ്ടോട്ടെ ആൾക്കാർ പറഞ്ഞത്. എന്തായാലും ഇവളുടെ അമ്മ പറഞ്ഞെങ്കിൽ ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ കാണുമോ? എനിക്കതോർത്ത് കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്തൊരു അസ്വസ്ഥത. അവളോട് അവിടെ കിടന്ന് അലറി ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ശ്രദ്ധിക്കും, പിന്നെ അത് മതി. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അവളെ വഴക്ക് പറഞ്ഞിട്ടെങ്കിൽ പോകുന്നില്ല മാഡം. പക്ഷേ അവൾ പറഞ്ഞ ആ കഥ എൻ്റെ മനസ്സിൽ ആളിപ്പടരാൻ തുടങ്ങി. ഇത് സംഭവിക്കുന്നുണ്ടോ? ശരിയാണ്, അവൾ പറഞ്ഞതും നേരവും കാലവും സംഭവങ്ങളുമെല്ലാം ഒത്തുവരുന്നുണ്ട്. ഇവന്മാരോട് വന്നിരുന്ന് സംസാരിക്കും, ഭർത്താവിൻ്റെ കൂടെ കളിയും ചിരിയും അത്താഴമൊക്കെ കൊടുത്തിട്ട് ഇവന്മാരെ ചിലപ്പോൾ ഭർത്താവ് കൊണ്ടുവിടും, ചിലപ്പോൾ ബൈക്കിലാണ് വരിക. അപ്പോൾ ഒരുത്തിനായിട്ട് വരാറുണ്ട്, 2 പേരായിട്ട് വരാറുണ്ട്, 3 പേരായിട്ട് വരാറുണ്ട്. ഭർത്താവിനെ അവരെ കൊണ്ടുവിട്ടിട്ട് എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും എനിക്കറിയില്ല, ഞാൻ ശ്രദ്ധിക്കില്ലല്ലോ മാഡം. സുഹൃത്തുക്കളാണ്, പോയിട്ട് വരുന്നു. രേഷ്മയുടെ അവിടെ ഇറങ്ങുന്നു. എനിക്കാണെങ്കിൽ ഓർത്തിട്ട് വല്ലാത്തൊരു പ്രശ്നം. അവളെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല മാഡം. ഞാൻ നോക്കുമ്പോൾ അവൾക്ക് യാതൊരു അട്രാക്ഷനുമില്ല. എന്താ പറയുക, ഒരു മാംസപിണ്ഡം, അത്രയേ ഉള്ളൂ. അവളുടെ പുറകെ ഇത്രയും നല്ല ചെറുപ്പക്കാരൻ. എൻ്റെ ഹസ്ബൻഡിനും ഇനി അവളുമായിട്ട് ബന്ധം കാണുമോ? സാധാരണ മറ്റ് പെണ്ണുങ്ങളുമായിട്ട് ബന്ധം ഉണ്ടാകുമ്പോഴാണല്ലോ ഭർത്താക്കന്മാർ അമിതമായ സ്നേഹമൊക്കെ കാണിക്കുന്നത്. അതോർത്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വയറ്റിൽ എന്തോ ഉരുണ്ട് കയറുന്ന പോലെ തോന്നി മാഡം. എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു, ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ. എനിക്കാണെങ്കിൽ വല്ലാത്ത വെപ്രാളം. പെണ്ണ് കൊളുത്തിപ്പോയത് വലിയൊരു മാലപ്പടക്കത്തിനാണ്. ഇപ്പോഴെങ്കിലും പൊട്ടിത്തിരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭർത്താവ് വരാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരുന്നു. ഭാഗ്യത്തിന് അന്ന് അവന്മാരൊന്നും ഇല്ലായിരുന്നു. വന്ന പാടെ ഞാൻ പൊട്ടിത്തെറിച്ചു. സത്യം പറഞ്ഞോണം ഇവിടെ നിന്ന് നടക്കുന്നതെന്ന് നാട്ടുകാരൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ തൊലി ഉരിഞ്ഞു പോവുകയാണ്. നിങ്ങളെ ഞാൻ ശരിക്കും കെട്ടിയിടും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കിടന്ന് അലറി. ഭർത്താവ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവും ഞെട്ടിപ്പോയി. മുഖത്ത് ഒരു കള്ളത്തരം ഞാൻ കണ്ടു. പക്ഷെ പുള്ളി അത് പൂർണ്ണമായി നിഷേധിച്ചു. അവന്മാർ 2 പേരും നല്ല കുട്ടികളാണെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, നാളെ തന്നെ ഇതിൻ്റെ യഥാർത്ഥ സത്യം ഞാൻ അറിയും. രേഷ്മയുടെ വീട് വരെ ഞാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അടുത്ത വീട്ടുകാരോട് ഞാൻ ചോദിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഒന്നും മിണ്ടാതെ ഇരുന്നു. അവസാനം ഞാൻ പിണങ്ങി മുറിയിലേക്ക് പോയി. പുള്ളി പുറകെ വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ എന്നോട് ക്ഷമിക്കണം, എനിക്ക് അവളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ ആർക്കാ ബന്ധം, സത്യം പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എടി പിള്ളേർ 2 പേരും എൻ്റെ നല്ല സുഹൃത്തുക്കളാണെന്ന് എനിക്കറിയാമല്ലോ. അവന്മാർക്ക് സോഷ്യൽ മീഡിയ വഴിയാണ് ഇവളുമായിട്ട് പരിചയം. അപ്പോൾ
ഞാൻ ഇതൊക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ അവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റിലൊക്കെ ബന്ധമുണ്ട്. അപ്പോൾ അവളാണ് പറഞ്ഞത് അവളുടെ വീട് ഇവിടെയാണ്, വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഓക്കെയാണെന്ന്. പിള്ളേരാണെങ്കിൽ കല്യാണം കഴിക്കാത്ത പിള്ളേരല്ലേ, അവർക്കാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ യാതൊരു എൻ്റർടൈൻമെൻറ്റും ഇല്ല. അവനാണെങ്കിൽ ചുമ്മാ ഇരുന്ന് തിരയാണ്. ആ സമയത്താണ് ഇവളെ കണ്ടെത്തിയത്. അങ്ങനെ ഇവൾ ക്ഷണിച്ചിട്ട് അവന്മാരിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ വീടിനടുത്ത ഈ സ്ഥലമെന്ന് അവർക്ക് മനസ്സിലായത്. അങ്ങനെയായപ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ ഒന്ന് സഹായിക്കൂ, ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരാം. അപ്പോൾ ആർക്ക് സംശയമൊന്നും തോന്നില്ല. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ഞങ്ങൾക്കൊന്ന് സഹായം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ചില സമയത്ത് അവരെ അങ്ങോട്ടൊന്ന് ഇറക്കി വിടും, അല്ലെങ്കിൽ ആ പിള്ളേരെ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കും. തിരിച്ചു പോകുമ്പോൾ ചിലപ്പോൾ അവരുടെ അടുത്തൊന്ന് കയറും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മളെല്ലാം ഒരു കുടുംബം പോലെ ആയില്ലേ, അത്രയേ ഉള്ളൂ. അംഗവും കാണാം, താളി ഒടിക്കാം. ഞാൻ പറഞ്ഞങ്ങനെ അംഗവും താളിയൊന്നും ഒടിക്കണ്ട. ഇത്രയും വൃത്തിയുടെ പിള്ളേരെയാണോ ഇവിടെ കൊണ്ടുവന്നത്? അവന്മാർക്കും ആ ഭൂതത്തിന് ഇഷ്ടം. അപ്പോൾ ഞാൻ എന്ത് വിശ്വസിച്ചാൽ ഇവിടെ കഴിയുന്നേ? എടീ, അവന്മാർ നോക്കുന്നത് അവന്മാരുമായിട്ട് സഹകരിക്കുന്ന ഒരാളെയാണ്. നിനക്ക് അങ്ങനെയല്ലോ. നീ ആണെങ്കിൽ ചേച്ചിയായിട്ടോ അല്ലെങ്കിൽ ആൻറ്റിയായിട്ടോ ഒക്കെ അവരെ മോനെ പോലെ ട്രീറ്റ് ചെയ്യുമല്ലേ. അപ്പോൾ അവർക്ക് നിന്നോട് അങ്ങനെയില്ല. എല്ലാവർക്കും എല്ലാവരെയും ഒരേപോലെ കാണാൻ പറ്റുമോ? ഇപ്പോൾ ഒരാണ് എല്ലാ പെണ്ണിനെയും സ്വന്തം കാമുകിയായിട്ടോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള പെണ്ണുങ്ങളായിട്ടോ കാണുമോ? അതുപോലെ തന്നെ തിരിച്ച് പെണ്ണുങ്ങൾക്കും അങ്ങനെയില്ല. ചിലരോട് ഇഷ്ടം തോന്നും. ഇപ്പം അവർ തമ്മിൽ സോഷ്യൽ മീഡിയയിൽ സംസാരിച്ച് അവർ സെറ്റായതാണ്. ആ പിള്ളേർ ആവശ്യക്കാരാണ്. എവിടെയെങ്കിലും ഇങ്ങനെയുള്ള സ്ത്രീകളുണ്ടോ നോക്കി അപ്പോൾ ഇവൾ വന്ന് പെട്ടു. ഇവൾക്കെന്താ ക്യാഷ് വേണം, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ അവർ ഡീല് പറഞ്ഞുറപ്പിച്ച് ക്യാഷിൻ്റെ ബലത്തിൽ പോകുന്നതാണ്. അത് നിനക്കെന്താണ്? അവളുടെ ബിസിനസ് അതാണെന്ന് നിനക്കും അറിയാം. നീ അവളോട് ആടൊക്കെ പറഞ്ഞ് ഉടക്കിയതുമല്ലേ. അപ്പോൾ പിന്നെ അവൾ അവളുടെ ബിസിനസ് ചെയ്തോട്ടെ, നിനക്കെന്താ പ്രശ്നം? അത് പ്രശ്നമൊന്നുമില്ലേ. നിങ്ങൾ ആ ചെക്കന്മാരെ അവിടെ കൊണ്ടുവിടുന്നത് നാട്ടുകാരെല്ലാം കണ്ട് നമുക്ക് പേരുദോഷം ഉണ്ടാകില്ലേ? പിന്നെ ഇനിയിപ്പോൾ എന്ത് പേരുദോഷം ഉണ്ടാകാനാ? ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. അവർ പോകുക വരിക എന്തെങ്കിലും ചെയ്തോട്ടെ, എനിക്ക് പ്രശ്നമില്ല. എന്തായാലും ഞാൻ കയറിപ്പോകുന്നത് നീ കാണില്ല. എനിക്ക് അവളോട് യാതൊരു താല്പര്യമില്ല. നിങ്ങൾക്ക് പിന്നെ ആരോടാ താല്പര്യം? എനിക്കിങ്ങനെ പല പെണ്ണുങ്ങളോടും താല്പര്യം തോന്നിയിട്ടുണ്ട്. പക്ഷെ ആൾമാർക്കൊന്നും എന്നോട് താല്പര്യം തോന്നാത്തതുകൊണ്ട് എന്ത് ചെയ്യാനാ? നിന്നെ ആശ്രയിക്കേണ്ടി വരുന്നെന്ന് ഭർത്താവ് പറഞ്ഞു. ആഹാ, അങ്ങനെയാണെന്ന് പറഞ്ഞ് രണ്ടിടി ഞാനും കൊടുത്തു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എടീ, അവർക്ക് അവളെ ഇഷ്ടമാണ്. അവർ പോകുകയോ വരികയോ ചെയ്യുന്നു. അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അവർക്ക് നമ്മളോട് ചേട്ടൻ ചേച്ചി എന്നുള്ളൊരു സ്ഥാനമാണ്. നീ വരുന്നു അല്ലെങ്കിൽ അവർ വരുന്നു, എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോകുന്നു. അവർ നിന്നോടോ നീ അവരോടോ ഒന്നും യാതൊരു രീതിയിലും തെറ്റായ രീതിയിൽ പെരുമാറിയിട്ടില്ല. പിന്നെ നീ എന്തിനാണ് അവരുടെ പേഴ്സണൽ കാര്യം ഓർത്ത് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്നാലും നിങ്ങൾ കൂട്ടുപോകുന്നില്ലേ? നാട്ടുകാരൊക്കെ പറഞ്ഞു കേട്ടിട്ട്. ശരി, ഞാൻ ഇനി കൂട്ടുപോകുന്നില്ല. അവന്മാരിവിടെ വരുന്നു, അവന്മാർ തന്നെ പോകുന്നു, പോകുമ്പോൾ അവിടെ കയറുന്നു. നിനക്കതിൽ പ്രശ്നമുണ്ടോ? എന്തായാലും അവന്മാരെ എടുത്ത് തോട്ട് കളയാൻ പറ്റില്ലല്ലോ. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണ്. ഈ ഒരു കാര്യത്തിന് പോകുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്കവരെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല. അത് നീ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. വേണമെങ്കിൽ ഞാൻ അവന്മാരുടെ കൂടെ തിരിച്ചു പോകാതിരിക്കാം. എനിക്ക് അത്രേ ചെയ്യാൻ പറ്റൂ എന്ന് ഹസ്ബൻഡ് പറഞ്ഞു. ഞാൻ ഇത്തിരിയൊക്കെ വാശി പിടിച്ചെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോൾ അത് ശരിയാണ്. അവരെന്തെങ്കിലും കാണിക്കട്ടെ, എൻ്റെ ഭർത്താവ് അതിൽ ഇൻവോൾവ് ചെയ്യാതിരുന്നാൽ മതി എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ മാഡം, പിന്നീട് പിള്ളേർ സ്ഥിരമായിട്ട് വരും. ഈ കാര്യങ്ങളൊക്കെ എനിക്കറിയാമെന്ന് അവർക്കറിയാമോയെന്ന് എനിക്കറിയില്ല. ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് പോകും. ഇടയ്ക്ക് ചില സമയത്ത് അജേഷ് അടുക്കളയിൽ വരും. ആ സമയത്തില്ലേ മാഡം, അറിയാതെ എൻ്റെ കണ്ണ് പോകുന്നത് അവൻ്റെ ബെൽറ്റിൻ്റെ താഴേക്കാണ്. അത് പലപ്പോഴും എനിക്ക് നിയന്ത്രിക്കാൻ നോക്കിയിട്ടും പറ്റിയില്ല. കാര്യം അപ്പോഴല്ല ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത്, ഇവൻ രേഷ്മയുടെ വീട്ടിൽ പോകാൻ തയ്യാറായി വന്നവനല്ലേ. അവൻ്റെ ഉള്ളിലെ പോരാളി ഉണർന്നു കാണുന്നൊക്കെ ഞാനങ്ങ് കാട് കയറി ചിന്തിക്കാൻ തുടങ്ങി മാഡം. ആദ്യമൊന്നും എൻ്റെ വശപിശക നോട്ടം അവന് ശ്രദ്ധിച്ചില്ല. പിന്നീട് അവന് ശ്രദ്ധിച്ചെന്ന് തോന്നുന്നു. ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ചേച്ചി എന്താ എന്നെ വല്ലാതെ നോക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ഒന്നുമില്ലെന്ന്. അല്ല, എന്തോ ഉണ്ട് ചേച്ചി, ഇടയായിട്ട് എന്നെ കാണുമ്പോൾ ആകെ ഒരു ഭാവമാറ്റമാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിൻ്റെ കഴിയിരിപ്പുണ്ടാണെന്നും. എന്താ അതിന് ചേച്ചിയോട് ഞാൻ എന്തെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറിയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഓ, എന്നോടൊക്കെ നീ എന്തോ പെരുമാറാനാ? നിനക്ക് രേഷ്മയില്ലേ? രേഷ്മയല്ലേ നീ ഇപ്പം തൊട്ടിലാട്ടിക്കൊണ്ടിരിക്കുന്നേ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൻ ഞെട്ടി. ചേച്ചി എന്തായി പറഞ്ഞേ? ഞാൻ പറഞ്ഞു, വേണ്ട, ഒന്നും മിണ്ടണ്ട, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. A to Z കാര്യങ്ങളും എനിക്കറിയാം. നീ ഒന്നും പറയണ്ട. നീ ഇവിടെ വരുന്നത് ചേച്ചിയെ കാണാനല്ലല്ലോ, അവളെ കാണാൻ വേണ്ടല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവൻ പറഞ്ഞു, ചേച്ചി അറിഞ്ഞെന്ന് എനിക്കറിയില്ലായിരുന്നു. സോറി ചേച്ചി, എന്ത് ചെയ്യാനാണ്? എനിക്ക് ഈ വിഷയങ്ങളിലൊക്കെ ഇത്തിരി താല്പര്യം കൂടുതലാണ്. ഞാനിവിടെ വന്ന് പല കാര്യങ്ങളും പലപ്പോഴും ട്രൈ ചെയ്തു, പക്ഷേ ഒന്നും നടന്നില്ല. അവസാനം പക്ഷേ അവരാണ് എനിക്കൊരു കമ്പനി തന്നത്. അപ്പോൾ പിന്നെ ഗോകുലിനെ കൂടെ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അവനും കൂടെ വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി അവരുടെ അടുത്ത് ഒത്തിരി വട്ടം പോയിട്ടുണ്ട്. ശരിയാണ്, അവരെ കാണാനാണ് വരുന്നത്. പക്ഷേ അവരില്ലാതെ ഞങ്ങൾക്ക് വേറെ കൂട്ട് ആരുമില്ല. ഇപ്പോഴത്തെ കാലത്ത് ഈ കാര്യങ്ങളൊക്കെ തപ്പി കണ്ടുപിടിക്കാൻ എന്തൊരു പാടാണെന്നറിയാമോ? ഞാൻ പറഞ്ഞു, കല്യാണം കഴിക്കുമ്പോൾ മതി, അതൊക്കെ കല്യാണം കഴിഞ്ഞ് ഭാര്യമാരുടെ കൂടെ മതിയെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, അതൊന്നും ശരിയാകില്ല. കാര്യം അത്ര
നാളൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെയൊക്കെ മാധുര്യം ഞങ്ങൾ പറയാം ചേച്ചി. അവരാണ് ഞങ്ങളുടെ ഒരു ആശ്വാസം. ചേച്ചിക്ക് അവരെ ഇഷ്ടമല്ലെന്ന് ചേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താ നിങ്ങൾ തമ്മിൽ വിരോധം? വിരോധം എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അല്ല ചേച്ചിക്ക് എന്താ പ്രശ്നം? അത് ഞങ്ങൾ ആരും അറിയാതെ മാനേജ് ചെയ്തോളാം ചേച്ചി. അവരിതിനൊക്കെ റെഡിയാണ്. അവർക്ക് പൈസ ആവശ്യമുണ്ട്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, അതിന് പകരം ചേട്ടന് കൂടെ ഞാനിവിടെ വന്നു, സൗഹൃദം നടിച്ചു വന്ന് ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ പെരുമാറിയായിരുന്നെങ്കിൽ, എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചേച്ചിയോട് ചോദിച്ചിരുന്നെങ്കിൽ ചേച്ചി എൻ്റെ കാരണം തടിക്കില്ലേ? ചേച്ചി ഒരിക്കലെങ്കിലും സഹകരിക്കുമോ? ഇല്ല, അവർക്ക് ആ പ്രശ്നമില്ല. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ചേച്ചി ഇഷ്ടമാണ്. ചേച്ചി അവരെക്കാൾ എത്രയോ സുന്ദരിയാണ് എന്ന് വെച്ചിട്ട് ചേച്ചി ഇപ്പോൾ കെട്ടിപ്പിടിക്കാനോ ഉമ്മ വെക്കാനോ പറ്റുമോ? അത് പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ അടുത്ത് പോകുന്നതിന് എന്താ തെറ്റ്? അതിൽ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? ചേച്ചി ഒന്ന് പറ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനങ്ങ് തണുത്തു. എന്ത് പറയാനാണ്? ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ചേച്ചിയെ ഒത്തിരി ഇഷ്ടമാണ് എന്ന് വെച്ചിട്ട് ചേച്ചിയുടെ അടുത്ത് അങ്ങനെ ഒരു പെരുമാറ്റം കൊണ്ട് വന്നു കഴിഞ്ഞാൽ അടി കിട്ടുമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അടി കിട്ടും നിന്നോട് ആര് പറഞ്ഞു? അപ്പോൾ ചേച്ചിക്ക് എന്നെ ഇഷ്ടമാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കിതിനെ ഇഷ്ടമല്ല. കാര്യം ആ ഒരുപെട്ടോടെ കൂടെ പോയിട്ട് എൻ്റെ അടുത്തങ്ങ് വരണ്ട എന്ന് ഞാൻ പറഞ്ഞു. മാഡം എന്താ അങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയില്ല. എൻ്റെ ഭർത്താവിനോടൊക്കെ പറഞ്ഞ പോലെ സാന്ദ്രത്തോടുകൂടി ഞാനങ്ങ് പറഞ്ഞു. എൻ്റെ മനസ്സിലും ആഗ്രഹം കാണും മാഡം. അപ്പോൾ അവൻ അത്ഭുതത്തോടുകൂടി എന്നെ നോക്കി. എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് ഒന്നുകൂടി പറഞ്ഞു, എങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഞാനിനി രേഷ്മയോടെ പോകില്ല, ചേച്ചിയുടെ അടുത്ത് വരാം. ചേച്ചിക്ക് സമ്മതമാണോ? ഇപ്പം പറയണ്ട, പിന്നെ പറഞ്ഞാൽ മതി. പറഞ്ഞവനങ്ങ് പോയി കേട്ടോ. എനിക്കറിയില്ല, ഞാൻ പറഞ്ഞത് ആ കൂടി അബദ്ധമായി. ചേട്ടനപ്പുറത്തുണ്ട്, കേട്ടില്ല. എന്നാലും പിന്നീട് അവനെന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ചേച്ചി തീരുമാനമായോ? ഇന്ന് രേഷ്മയുടെ അടുത്ത് പോകണോ എന്നൊക്കെ ചോദിക്കും. ഒരു ദിവസം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പക്ഷേ സാഹചര്യമില്ലല്ലോ. രേഷ്മ അവിടെ ഇതിനു വേണ്ടി കട തുറന്നു വെച്ചോണ്ടിരിക്കുകയല്ലേ. ഞാൻ അങ്ങനെയല്ലല്ലോ, ചേട്ടൻ എപ്പോഴും ഇവിടെ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, അത് പ്രശ്നമില്ല, ഗോകുലിനെയും ചേട്ടനെയും കൂടെ ഞാൻ ചില കാര്യങ്ങളൊക്കെ അയക്കാം. ആ സമയത്ത് 3-4 മണിക്കൂർ ചേച്ചിയും ഞാനും മാത്രം എവിടെയാണെന്ന് ചേട്ടനെ അയക്കുന്നത്? അതെന്തെങ്കിലും ഒഫീഷ്യൽ കാര്യത്തിന് വിടാം. ചേച്ചിക്ക് സമ്മതമാണെന്ന് ചോദിച്ചു. ഞാൻ ഒന്ന് മൂളി. മൗന സമ്മതം, മൂളൽ സമ്മതം എന്നല്ലേ? അങ്ങനെയാണ് മാഡം ആദ്യം അവന് വന്നത്. എൻ്റെ പൊന്നു മാഡം, അപ്പുറത്തെ പെണ്ണ് ജിമ്മൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എത്രയും വിചാരിച്ചില്ല. എൻ്റെ ഭർത്താവൊക്കെ ഉണക്കക്കൊള്ളിയല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും സൗന്ദര്യമുള്ള ഒരു പുരുഷ സ്വരൂപം കാണുന്നത്. തൽസ്വരൂപത്തിൽ വീണ് ഞാൻ അടിഞ്ഞുപോയി മാഡം. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇതിലും മികച്ച ഒന്നും എനിക്കിനി വരാനില്ല. യഥാർത്ഥത്തിൽ എൻ്റെ ഭർത്താവുമായുള്ള ദാമ്പത്യ ജീവിതത്തിൽ 30% മാത്രമേ എനിക്ക് എല്ലാ കാര്യങ്ങളും സംതൃപ്തി വന്നിട്ടുള്ളൂ. ഇതിപ്പോൾ 130% ആണ്. എൻ്റെ ആഗ്രഹങ്ങൾക്കൊത്ത് അവനെ എൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്നില്ല. കാര്യം ആഴ്ചയിൽ ഒരിക്കലോ മറ്റോ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളൂ. എന്നും അവന് വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആകെ പ്രശ്നമാകുന്ന ഒരു മനസ്ഥിതിയാണ് മാഡം എനിക്കിപ്പോഴുള്ളത്. എൻ്റെ പ്രണയത്തിൻ്റെ ആഴം മാഡത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് ചോദ്യം. ആഴം എനിക്ക് മനസ്സിലായി, പക്ഷെ പ്രണയം അങ്ങോട്ട് എനിക്ക് പിടികിട്ടുന്നില്ല. അത്രയും വലിയൊരു ബുദ്ധി എനിക്കില്ല. മക്കളോ അല്ലെങ്കിൽ ഭർത്താവോ ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പല ആഴങ്ങളും അറിയേണ്ടി വരും. വലിയൊരു പ്രശ്നമായിട്ട് തീരാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. കാര്യം ആ ചെക്കന് കല്യാണം കഴിക്കാനോ പ്രേമിക്കാനോ ഒന്നുമല്ല താല്പര്യം. അവൻ എന്തിനാ താല്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും അതേ താല്പര്യം തന്നെയാണ്. അതിനെ പ്രണയമെന്ന് വിളിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ ചെക്കൻ ഈ പറഞ്ഞതുപോലെ നാട്ടിൽ ഫേമസ് ആയ കാശ് മേടിക്കുന്ന ഒരു സ്ത്രീയുടെ കൂടെ പോകാൻ പോലും തയ്യാറായ ചെക്കനാണ്. ആ ചെക്കൻ കുറേയധികം ബന്ധങ്ങൾ അങ്ങനെ നിലനിർത്തിയിട്ടുള്ള അല്ലെങ്കിൽ അത്തരം താല്പര്യമുള്ളൊരു പയ്യനാണ്. അവനെ നിങ്ങൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രസമായിരിക്കാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ആ ചെക്കനിൽ നിന്ന് ആത്മാർത്ഥമായ ഒരു സ്നേഹം കിട്ടുമെന്നോ അല്ലെങ്കിൽ ആത്മാർത്ഥമായി അവൻ കൂടെ നിൽക്കുമെന്നോ ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച. അവൻ്റെ കാര്യം നോക്കി പോകും. അത് വലിയൊരു അപകടത്തിലേക്ക് വരും. രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് നിർത്താനാണ് എൻ്റെ ഒരു നിർദ്ദേശം.